സസ്യവാചക പ്രണവം. ഓങ്കാരം എന്ന് പറഞ്ഞാൽ അതൊക്കെ അതിന് സൃഷ്ടി പെട്ടു, സ്ഥിതി പെട്ടു, സംഹാരം പെട്ടു. ലോകം എന്ന് പറഞ്ഞാൽ അതിന് മൂന്നുണ്ട്. ലോകം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, ലോകം സംരക്ഷിക്കപ്പെടുന്നു. സ്ഥിതി എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ പണി സ്ഥിതിയാണ്, സംരക്ഷിക്കലാണ്. ബ്രഹ്മാവിൻ്റെ പണി ഇത് ക്രിയേറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ക്രിയേറ്റ് ചെയ്ത് പിന്നെ എന്തായാലും കുഴപ്പമില്ല. അതായത് മൂന്നാളും മൂന്ന് പ്രവർത്തി, സംതിങ് ലൈക്ക് എ ഡിവിഷൻ ഓഫ് ലേബർ. ബട്ട് ഇറ്റ് ഇസ് ദ സെയിം ശക്തിയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു ഡിവിഷൻ ഓഫ് ലേബറുമായി ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നു, ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു, ഒന്ന് അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. ഈ മൂന്ന് സാധനം പക്ഷെ ഒന്നിൽ തന്നെ ഇരിക്കുന്നത്. നമ്മളതിൻ്റെ ക്യാരക്ടർ വൈസ് ഗുണം വെച്ചിട്ട് മൂന്നാക്കി തിരിക്കുകയാണ്. അപ്പോൾ ഏകമായതിനെ മൂന്ന് ഫോർക്കാക്കിയിട്ട് ഇതിനെ വെച്ചിട്ട് നിർത്തിയിട്ട് നോട്ട് ഡിഫറെൻറ്റ്. ഇതാണ് അദ്വൈതം എന്ന് പറയുന്നത്. അപ്പോൾ തസ്യവാചക പ്രണവ എന്ന് പറയുമ്പോൾ പ്രണവമാണ് ഈശ്വരൻ്റെ നാമം എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഒന്നാണെന്നുള്ള ആ അദ്വൈതം അവിടെ വരുന്നു. അതിനെ അപ്പോൾ എങ്ങനെയാണ് ഈ പ്രണവത്തിനെ, ഇങ്ങനെയുള്ള പ്രണവത്തിനെ നമ്മൾ എങ്ങനെയാണ് ഈശ്വരനെ നമ്മൾ വിചാരിക്കേണ്ടത്? ഈശ്വരനെ വിചാരിച്ച് അതിനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? തജ്ജപ ഭാവന. ഓങ്കാരം ജപിക്കുമ്പോൾ, അതിനെ ജപിക്കുമ്പോൾ, ഓം എന്നുള്ള പ്രണവം ജപിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഭാവന ചെയ്തിട്ട്, അർത്ഥഭാവന, അർത്ഥത്തെ ഭാവന ചെയ്തിട്ട് വേണം ജപിക്കാൻ. വെറുതെ ഓം 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 എന്താ പറയുക, മെക്കാനിക്കലായിട്ട് ജപിച്ചിട്ട് കാര്യമില്ല. ഇത് ഇന്നതാണ് നമ്മൾ ജപിക്കുന്നത്, ഇതിൻ്റെ അർത്ഥം ഇന്നതാണ്, ഈ സമസ്ത ഉലകവും ഒന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജപിക്കണം. അപ്പം മാത്രമേ അതിൻ്റെ വില നമുക്ക് മനസ്സിലാവൂ. ഇപ്പം ഇവിടെ വലിയ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കുന്ന വലിയ പണ്ഡിതന്മാരും വൈഷ്ണവർ ശൈവന്മാരെ ചീത്ത പറഞ്ഞു, ശൈവന്മാർ ബുദ്ധിസ്റ്റുകളെ ചീത്ത പറഞ്ഞു. ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ അതൊക്കെ ഈ 16-ാം നൂറ്റാണ്ടിൽ വെള്ളക്കാർ വന്നപ്പോൾ അവർക്ക് ഇതൊന്നും എന്താണെന്ന് മനസ്സിലാവാതെ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട് എന്നല്ലാണ്ട് അവർക്കും, കാരണം ഭാഷ അറിയില്ല, ഈ ചെയ്യണമൊക്കെ എന്തൊക്കെയോ കാണിക്കണമെന്നും മനസ്സിലാവാണ്ട് അവർ ഉണ്ടാക്കിയ കുറേ തിയറികളാണ്. ആ തിയറികളാണ് ഇപ്പം ഈ പുതിയ പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ തിയറി ഒന്നും ഈ സാധനത്തിൽ പറയുന്നില്ല. അതൊന്നും നമ്മുടെ ആൾക്കാർക്ക് അറിഞ്ഞിരുന്നില്ല. അവർക്ക് അങ്ങനെ തിയറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ ജീവിക്കുകയായിരുന്നു, എല്ലാം ഒന്നായി കണ്ടുകൊണ്ട് ജീവിക്കുകയാണ്, അല്ലേ? എവറിത്തിങ് ഈസ് വൺ എന്നുള്ളതിൽ അവരങ്ങ് ജീവിക്കുകയാണ് ചെയ്യണം. അവരൊന്നിനും ഡിഫറെൻ്റ് ആയിട്ട് കാണുന്നില്ല. എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആകാശം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? സമസ്ത സാധനങ്ങൾക്കും സമസ്ത ചരാചരങ്ങൾക്കും എവിടെ ജീവിക്കാൻ അവകാശമുണ്ടോ അത് എന്നാണ് ആകാശം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. സ്കൈ എന്നുള്ള വാക്ക് അതിന് അവിടെ അർത്ഥം ആവില്ല. സംസ്കൃതത്തിൽ ചില വാക്കുകൾ വളരെ അർത്ഥപൂർവ്വം നമ്മൾ അർത്ഥം ഭാവന ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ അർത്ഥം നമുക്ക് മനസ്സിലാവും. അത് ഉള്ളിൽ ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോടും വിരോധം ഉണ്ടാവില്ല, ആരെയും വഴക്ക് കൂടാനില്ല. അത് ആ ഒരു ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ നേഷൻ, നോട്ട് ഓൺലി ഫോർ എ നേഷൻ, ദ എൻ്റയർ വേൾഡ്. വഴക്ക് കൂടാത്ത പീസ്ഫുൾ ആയിട്ടുള്ള ലോക ശാന്തിയോട് കൂടിയൊരു ജീവിതം അല്ലേ എല്ലാ മനുഷ്യർക്കും ആവശ്യം. സോ യോഗം അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അവനവൻ്റെ ഉള്ളിലൊരു ശാന്തി ഉണ്ട്, ആ ശാന്തി നമ്മൾ പുറത്ത് മുഴുവൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരാളുടെ ഉള്ളിൽ ശാന്തി ഉണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ ഒരു 100 റുപ്യ ഉണ്ടെങ്കിൽ 99 റുപ്യ വേറെ ആൾക്ക് കൊടുത്ത് 1 റുപ്യ എനിക്ക് വയ്ക്കാൻ പറ്റും. അതുപോലെയാണ് എൻ്റെ ഉള്ളിൽ നല്ല ശാന്തി ഉണ്ടെങ്കിൽ മാത്രമേ ഒരിത്തിരി ഒരു 10 ശാന്തിയെങ്കിലും എനിക്ക് വേറെ ആൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും. എന്തെങ്കിലും രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, പ്രസംഗമാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ക്രിയകൾ, നമ്മുടെ ഫങ്ഷൻസ് അതിൽക്കൊണ്ടാവാം, അല്ലെങ്കിൽ പ്രൊഫഷനിൽ കൂടെ കൊടുക്കാം, അല്ലെങ്കിൽ ബുക്സിൽ കൂടെ കൊടുക്കാം. പക്ഷെ ഇതൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇതുണ്ടാവണം. ഇതില്ലാത്തവൻ എങ്ങനെ ഇത് കൊടുക്കും? ക്ഷോഭത്തിൽ ഇങ്ങനെ എൻ്റെ മനസ്സിനെ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ക്ഷോഭത്തിൽ കിടന്ന് ഉഴലുകയാണ് ഞാനെങ്കിൽ ഇതൊക്കെ ഞാൻ എങ്ങനെ മറ്റൊരാളോട് പറയാൻ കഴിയില്ല. കാരണം അതാ സിമ്പിളാണ്. ഇറ്റ് ഇസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. നിങ്ങൾ ആദ്യം അത് ആർജിച്ചിട്ട് നിങ്ങളതിൽ ജീവിച്ചിട്ട് അതിന് ഒരിറ്റെങ്കിലും അതിൻ്റെ ഒരു കണികയെങ്കിലും അത്രയും നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയും. നമ്മൾ അനുഭവിച്ചതിൻ്റെ പകുതി നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയില്ല. ലക്ഷക്കണക്കിൽ പുസ്തകം എഴുതിയാലും ലക്ഷക്കണക്കിൽ പ്രസംഗിച്ചാലും നമ്മൾ അനുഭവിച്ചതിൻ്റെ ഒരു പൊട്ട് കണിക പോലും നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയില്ല. അത് അവർ തന്നെ പ്രയത്നിച്ച് നേടണം. നമ്മളെ കൊണ്ട് അതൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കാനേ കഴിയുള്ളൂ. അപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു ജസ്റ്റ് സ്റ്റിമുലേഷന് വേണ്ടി മാത്രം ഈ പറഞ്ഞ ഗുരുക്കന്മാരെ, വേൾഡ് ഗുരുക്കന്മാരെ എന്ന് പറയുന്നവർ ഈ ഒരു സ്റ്റിമുലേഷൻ കൊടുക്കാൻ അവർ എത്രമാത്രം ത്യാഗം സഹിച്ച് ജീവിച്ചിട്ടാണ് അവർ കൊടുത്തതെന്നാൽ ആലോചിക്കണം. പക്ഷെ നമ്മൾ അവരെ മനസ്സിലാക്കാതെ അവർ പറഞ്ഞതിനെല്ലാം വളച്ചൊടിച്ച് നമ്മുടെ ഇഷ്ടത്തിൽ, നമ്മുടെ എന്ന് പറഞ്ഞാൽ എനിക്കൊരു സെൽഫിഷ് നേട്ടം ആവശ്യമുണ്ട് വെച്ചാൽ ഉടനെ ഈ പ്രവാചകന്മാരോ അല്ലെങ്കിൽ ഗുരുക്കന്മാരോ പറഞ്ഞതിനെ വളച്ചൊടിച്ച്
അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനെ മാറ്റി മറിച്ച് പറയും. എൻ്റെ ബിക്കോസ് ദോസ് പീപ്പിൾ ആർ സെൽഫിഷ്, ഈ പറയുന്നവർ. പക്ഷെ ആ ഗുരു സെൽഫിഷ് ആയിരുന്നില്ല. ഗുരു വാസ് നോട്ട് സെൽഫിഷ്. പക്ഷേ പിന്നെ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നവരുടെ സെൽഫിഷ്നെസ് കൊണ്ടാണ് വാസ്തവത്തിൽ കാലം കഴിയുമ്പോൾ ഇതിനൊക്കെ പ്രശ്നങ്ങൾ വന്ന് ഭരിക്കുന്നത്. അപ്പോൾ അതില്ലാതിരിക്കാൻ ഓരോ കാലഘട്ടത്തിലും ഒരു കുട്ടിയെങ്കിലും ഇതിലൊക്കെ താല്പര്യം എടുക്കണം. ഒരു കോടിയിൽ ഒരെണ്ണം താല്പര്യം എടുക്കണം. അതിനാണ് ശരിക്കും അതിനാണ് ഏറ്റവും മെനക്കെട്. അതിനകത്ത് ഒന്നിനെ കിട്ടാൻ. അപ്പോൾ അവിടെയാണ് നമ്മൾ തജ്ജപ തദർത്ഥഭാവനം എന്നുള്ള വാക്ക്, അതിൻ്റെ അർത്ഥം ഭാവന ചെയ്തിട്ട്. ഭാവന എന്ന് പറഞ്ഞാൽ ഇമാജിനേഷൻ എന്നാണ് സാധാരണ നമ്മൾ പറയുക. ഭാവന ചെയ്യുക, സങ്കല്പിക്കുക, ഇമാജിനേഷൻ. അപ്പോൾ ഇമാജിനേഷനോ അതുണ്ട്. പക്ഷെ ഇവിടെ ആ രീതിയിലുള്ള ഇമാജിനേഷൻ അല്ല പറഞ്ഞത്, അർത്ഥഭാവനയാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം, മീനിങ് നന്നായിട്ട് നമ്മുടെ ഉള്ളിൽ ഭാവന ചെയ്യാന്നാണ്. അല്ലാണ്ട് വെറുതെ എനിക്ക് 10 ലക്ഷത്തിൻ്റെ കുടി കിട്ടിയെന്ന് ഭാവന ചെയ്യണതല്ല ഇവിടെ പറഞ്ഞത്. അങ്ങനെ ഒരു ഭാവന ഉണ്ട്. അത് മണ്ടത്തരാണല്ലോ. പ്രൊജക്ഷനും ഡെലൂഷനും ഒക്കെയാണത്. ഇതല്ല. ഈ പ്രണവം, സസ്യവാചക പ്രണവ, ആ പ്രണവത്തിൻ്റെ ജപം എങ്ങനെ അതിൻ്റെ അർത്ഥഭാവനയോടുകൂടി ചെയ്താൽ നമ്മൾ ആ ഈശ്വരത്വത്തിലേക്ക് അടുക്കുകയാണ്. ഈശ്വരൻ്റെ ഗുണങ്ങളിലേക്ക്, സർവജ്ഞ ഗുണങ്ങളിലേക്ക് നമ്മൾ അർത്ഥഭാവനയോടെ മനനം ചെയ്യുമ്പോൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അതിനാണ് അങ്ങനെ പറഞ്ഞത്. അല്ലേ സമാധിയിലേക്ക് എത്താനാവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മൾ സാധനയിലിരിക്കുമ്പോൾ നല്ല പൊസിഷനിലൊക്കെ ഇരുന്നു, സുഖാസനത്തിലൊക്കെ ഇരുന്നു പ്രാണായാമമൊക്കെ ചെയ്തുകൊണ്ട് ഓംകാരം ജപിക്കുമ്പോൾ ഒരാൾ മനസ്സിലെന്താ ധ്യാനിക്കുന്നതെന്ന് ജസ്റ്റ് ഒരാൾ ധ്യാനിക്കണത് എനിക്ക് വേറെ എന്തെങ്കിലും കിട്ടണമെന്നാണെങ്കിൽ ഓൺ ദ അതർ ഹാൻഡ് നമ്മുടെ ലക്ഷ്യം നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ ഞാൻ ഇന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, എൻ്റെ ആത്മീയമായ വളർച്ചയ്ക്കാണ്, ഞാൻ ഇത്രയും ശാന്തിയുള്ള ആ സമാധിഭാഗത്തിലേക്ക് എത്താൻ വേണ്ടി ഈശ്വരൻ്റെ ആ ഗുണങ്ങൾ മുഴുവൻ എൻ്റെ ഉള്ളിൽ വന്ന് വിളങ്ങാനാണ് ഞാൻ ചെയ്യണമെന്നുള്ള അതോടുകൂടി നമ്മൾ ചെയ്താൽ നമുക്ക് അങ്ങനെ നമ്മൾ അർത്ഥഭാവനയോടുകൂടി ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ വരും. ചിത്തപ്രസാദമാണ് നമുക്ക് വരുന്നത്. അതിൻ്റെ സൂത്രം 33ാമത്തെ സൂത്രം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ സൂത്രം ശരിക്കും ഇത് നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് നമ്മൾ സ്വയം ആലോചിക്കേണ്ട സൂത്രമാണ്. മൈത്രി കരുണ മുദിതോപേക്ഷാണാം സുഖ ദുഃഖ പുണ്യ വിഷയാണാം ഭാവനാത് ചിത്തപ്രസാദനം. ഏറ്റവും ഞാൻ പറയുകയാണെങ്കിൽ ഇതാണ് ഇതിൽ ബെസ്റ്റ് ഇമ്പോർട്ടൻ്റ്. കാരണം ഈ പറഞ്ഞതെല്ലാം ഈ ഒരു ചിത്തപ്രസാദത്തിലേക്ക് നമ്മളെ എത്തിക്കണം. മൈത്രി, എല്ലാവരിലും മൈത്രി, ഫ്രണ്ട്ഷിപ്പ്. എനിക്ക് ശത്രു എന്ന് പറഞ്ഞാൽ എന്താ? ശത്രു എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ എനിമി ഇല്ല നമുക്ക്. ഐ ഷുഡ് ബി ഹാവ് എനിമി അല്ലേ? നമുക്ക് എല്ലാവരും മിത്രങ്ങളാണ്, എല്ലാം മിത്രങ്ങളാണ്. ഒരു നിങ്ങൾ പരിചയമുള്ള കുട്ടികളെ, ഇപ്പം പുതുതായിട്ട് വന്ന കുട്ടികളാവാം, പരിചയമുള്ള കുട്ടികളാവാം, ഇതുവരെ കാണാത്ത എത്രയോ ആൾക്കാരുണ്ടാവും ലോകത്ത്. കോടിക്കണക്കിലെ ആൾക്കാർ നമ്മൾ കാണാത്തവരുണ്ട്. കോടിക്കണക്കിന് ജീവജാലങ്ങൾ നമ്മൾ കാണാത്തതും അറിയാത്തതുമായിട്ടുള്ള വനങ്ങളിലും കൊണ്ടിട്ട് എല്ലാത്തിനോടും നമ്മുടെ മനസ്സിൽ മൈത്രി ഉണ്ടാവും. മൈത്രി എന്ന് പറഞ്ഞാൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കണം എന്നല്ല അർത്ഥം. മനസ്സിൽ എല്ലാവരോടും നമ്മൾ ഫ്രണ്ട്ഷിപ്പ് പുലർത്തണം. ആരെയും നമ്മൾ നമ്മുടെ ശത്രുവാണെന്ന് വിചാരിക്കാൻ പോലും പാടില്ല. എൻ്റെ ശത്രുവാണ്, അത് എനിക്ക് ശത്രുവാണ്, എൻ്റെ കുടുംബത്തിന് ശത്രുവാണ്, എൻ്റെ സമൂഹത്തിന് ശത്രുവാണ്, അല്ലെങ്കിൽ എൻ്റെ മതത്തിന് ശത്രുവാണെന്ന് നമ്മൾ വേറെ ഏതെങ്കിലും ഒന്നിനെ വിചാരിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ദ്വൈതം തുടങ്ങി, നമ്മൾക്ക് ഭേദഭാവന വന്നു. അപ്പം നമ്മൾ യോഗത്തിന് പറ്റാത്തവരായി നമ്മൾ. അപ്പോൾ ആ രീതിയിലുള്ള ചിന്ത കൂടാതെ സകലത്തിലും മൈത്രി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഗുണമാണ്. ഇപ്പം ഞാൻ പറയാം, ചിലർ നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ ക്ഷുഭിതരാക്കാൻ വേണ്ടി പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ഓരോന്ന്, അപ്പോഴാണ് നമ്മൾ സ്വയം മാറ്റിവരച്ച് നോക്കാൻ സാധിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെറുപ്പത്തിലൊക്കെ എനിക്കത് അത്ര ഉണ്ടായിരുന്നില്ലോ എന്ന് സംശയമുണ്ട്. എല്ലാവരോടും മൈത്രിയൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മളോട് വെറുതെ ഉറക്കാൻ വന്നാൽ ചിലപ്പോൾ നമ്മൾ കൊട്ടുകൊടുക്കണമായി ഓരോന്ന് സംസാരിക്കുമായിരുന്നു ഞാൻ. പിന്നെ ഞാൻ ആലോചിച്ചു, ഞാനെന്തിനാ അങ്ങനെ പറയണത്? അവരങ്ങനെ പറഞ്ഞാൽ എന്നെ അത് അഫക്റ്റ് ചെയ്യുന്നില്ലല്ലോ. എന്തൊക്കെ അത് ഇന്ത്യയിൽ കോടാനുകോടി ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തത് മഹാത്മാഗാന്ധി എന്ന് വേണമെങ്കിൽ പറയാം. അവരിപ്പോൾ എന്നെ പറഞ്ഞുകൊണ്ട് എനിക്കെന്താ?
അത് നമ്മൾ അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു കൂട്ടം ആൾക്കാർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള പോലും നമുക്ക് ഓർമ്മയുണ്ടാകും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വ്യക്തി എക്സിസ്റ്റ് ചെയ്യണില്ല. സോ വൈ ഷുഡ് ഐ ഗെറ്റ് ഇറിറ്റേറ്റഡ്? അപ്പൊ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ വരുന്നവരെ നോക്കിയിട്ട് ഒന്ന് ചിരിക്കാനുള്ള മനസ്ഥിതി നമുക്ക് ഒഴിവാക്കാം. അപ്പൊ ശരിക്കും നല്ല സുഖമാണ് ആ മനസ്ഥിതി കിട്ടിയ. എനിക്കിപ്പോ വന്നിരിക്കുന്നത്, പക്ഷെ എനിക്ക് 68-69 വയസ്സായിട്ടോ. ഈ കാലത്തിന്റെ കുട്ടിക്കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ സത്യം പറയാണ്, അത് ആദ്യം തന്നെ വരില്ല. ഒരു 26-27 വയസ്സിലൊക്കെ ഞാൻ നല്ലോണം ചീത്ത അറിയുന്ന ആൾക്കാരെ വല്ലവരൊക്കെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നല്ലത് കൊടുക്കും. ഞാൻ നാവ് നല്ല സ്റ്റാർട്ട് കൊടുത്തിരുന്നു നല്ലത്. ഇപ്പൊ ഞാൻ എന്തിനു വെറുതെ അത് കുറെ കാലമായി ഞാൻ ഇങ്ങനെ മാറിയിട്ട് എനിക്ക് പിന്നെ ആവശ്യമില്ല നമ്മളെ പറയുന്നത്. കാരണം അവരവരുടെ വഴിയിൽ അവർ പോകുന്നു. അവർക്ക് എൻ്റെ അത്രയും സാത്വിക ഗുണം ഇല്ലാത്തതുകൊണ്ടായിരിക്കാമല്ലോ അവരെന്നെ പ്രൊവോക്ക് ചെയ്യാൻ വരുന്നത്. അപ്പൊ സാത്വിക ഗുണമുള്ള ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് ക്ഷമിച്ചിരിക്കുക. അവർ പറഞ്ഞോട്ടെ. അവരിപ്പോ എന്നെ കുറെ കുറ്റം പറഞ്ഞുകൊണ്ട് ലോകത്തിനൊരു നഷ്ടമില്ലവോ? എനിക്കല്ലേ നഷ്ടമുള്ളൂ. ഈ കാലം എനിക്ക് സഹിച്ചോളൂ. അവർ പറഞ്ഞോട്ടെ. അവരെന്താ ചിരിക്കാൻ കഴിയുന്നു? അവരുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ കഴിയുന്നു. അവരെ നോക്കിയിട്ട് നമുക്ക് എങ്ങനെ പാവം സിമ്പതൈസ് ചെയ്യുന്നുണ്ടോ? പാവങ്ങൾ എന്ത് വിദ്യാമാരാണ്. കാരണം അവരിപ്പോഴും വിതർക്കത്തിന്റെ സ്റ്റേജിൽ എത്തിയിട്ടുള്ളൂ. അവർക്ക് സമാധിയുടെ നിർവിചാരം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ നിർവിചാരം എന്നുള്ള സമാധി സ്റ്റേറ്റിലൊന്നും എത്താത്ത ആൾക്കാരാണ് ഈ വാദങ്ങൾ ഉണ്ടാക്കി വലുതാവാൻ നോക്കുന്നത്. നമ്മൾ അവരെ ഇഗ്നോർ ചെയ്യുക. നമ്മൾ അവരെക്കാളും മുന്നോട്ട് പോയവരല്ലേ. പിന്നാക്കം നമ്മളെ വലിച്ചിഴയ്ക്കാൻ അവർ ശ്രമിച്ചാൽ നമ്മൾ വലിച്ചിഴക്കപ്പെടരുത് എന്നുള്ളതാണ്. അവിടെയാണ് ആ മൈത്രിയുടെ പരമമായ അവസ്ഥ എത്തുന്നത്. പിന്നെ കരുണ, അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. കരുണ എന്ന് പറഞ്ഞാൽ വാസ്തവത്തില് ഇപ്പൊ ഞാൻ വെജിറ്റേറിയനാണ്. വെജിറ്റേറിയനിസം എന്നുള്ളതുകൊണ്ട് മാത്രം ഒരാൾ കരുണ ഉണ്ടെന്ന് പറയാൻ സാധിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഒരാൾ വെജിറ്റേറിയനാണ് എന്നുള്ളതുകൊണ്ട് അയാള് ആരെയും ദ്രോഹിക്കണില്ല എന്ന് പറയാൻ പറ്റില്ല. വെജിറ്റേറിയൻ ആയിരുന്നുകൊണ്ട് തന്നെ മനസ്സിൽ മറ്റൊരാളെ ദ്രോഹിക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കുക, ഇതൊക്കെ ചെയ്യാൻ ആളുകൾക്ക്, ഇതൊക്കെ ചെയ്യണവരുണ്ട്. ഞാൻ ജന്മന വെജിറ്റേറിയനാണെന്ന് പറയും. അതേ സമയത്ത് നാട്ടുകാരെ മുഴുവൻ അതിനാണ് പിന്നെ വിവേകാനന്ദൻ പറഞ്ഞത് ഭേദം അറ്റതമായിരിക്കണമെന്ന് പറയാൻ കാരണം. അല്ലാണ്ട് അദ്ദേഹം ഏറ്റവും നല്ലത് മറ്റേതെന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഈ വെജിറ്റേറിയനിസം എന്ന് പറയുന്നത് ഒരു സിമ്പല് മാത്രമാണ്. ഞാൻ സർവ്വചരാചരങ്ങളിലും കരുണയുള്ളവനാണെന്നുണ്ടെങ്കിൽ ഒരു സിമ്പല് മാത്രമാണ് വെജിറ്റേറിയനിസം. പക്ഷെ അതിന്റെ അപ്പുറത്ത് മുഴുവനായിട്ടുള്ള അഹിംസയുടെ അർത്ഥം ഗാന്ധിജി നല്ല വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ റൈറ്റിങ്സ് പറഞ്ഞു. അഹിംസ എന്ന് പറഞ്ഞാൽ സത്യമാണ്. സത്യം എന്ന് പറഞ്ഞാൽ അഹിംസ സത്യം ഒന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാല് മനസ്സ വാച കർമ്മ, യാതൊരു ജീവജാലത്തിനെയും ഞാൻ ഹർത്തിയില്ല, ദ്രോഹിക്കില്ല. മനസ്സുകൊണ്ട് ദ്രോഹിക്കാതൊരു സാധനമുണ്ട്. അതുപോലും ചെയ്യാതെ ആവുമ്പോഴേ ശരിക്കും പൂർണ്ണ അഹിംസയുള്ളൂ. അപ്പം അതിന്റെ ഒരു ഔട്ട്വേർഡ് സിമ്പലാണ് വെജിറ്റേറിയനിസം. കാരണം ഒന്നിനെ തിന്നുക എന്ന് പറയുമ്പോൾ അതിനെ ദ്രോഹിക്കണമല്ലോ, കൊല്ലുക എന്നുള്ള കർമ്മം ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതില്ല എന്നുള്ളത് സിമ്പലാണത്. പക്ഷെ അതിന്റെ അപ്പുറത്തായിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ജീവജാലത്തോടും ഒരു ദോഷം നമ്മൾ വിചാരിക്കാതെ ഹർട്ട് ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കരുണ. ഏത് മതത്തിന്റെ ഏത് പുസ്തകം എടുത്താലും ഈശ്വരനെ പറ്റി പറയുമ്പോൾ പരമകാരുണികൻ എന്നുള്ള വാക്കാ ഉപയോഗിക്കും. അത് ഏത് മതമായാലും ഏത് ജാതിയായാലും പരമകാരുണികത്വമാണ് ദൈവത്തിന്റെ ലക്ഷണം. അത് ഒരു ജന്തുവിനെയും മനസ്സ വാച കർമ്മണ ദ്രോഹിക്കാൻ ഒരു നല്ല ഗുരുവും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. പിന്നെ മനുഷ്യൻ അവന്റെ സെൽഫിഷ് മോട്ടീവ്സിന് വേണ്ടി പലതും ചെയ്തിട്ട് അതൊക്കെ ഞങ്ങളുടെ ഇവരനുശാസിച്ചിട്ടുണ്ടെന്ന് പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല. മനുഷ്യന്റെ ട്വിസ്റ്റിംഗ് ഓഫ് ദി സ്ക്രിപ്ചറാണ് നടന്നുകൊണ്ടേയിരിക്കും. ലോകമാണിത്. ഈ ലോകത്തിന്റെ വഴികൾ ഇങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ അറിയലാണ് ഏറ്റവും വലിയ കാര്യം. ഇങ്ങനെയാണ് സംഭവം നടക്കുന്നത്. അല്ലാണ്ട് ആരും ഒരു ഗുരുവും നിങ്ങൾ മറ്റൊന്നിനെ ദ്രോഹിക്കൂല, മറ്റൊന്നിനെ ഉപദ്രവിക്കുക, അതിനെ കൊല്ലുന്നൊന്നും പറഞ്ഞിട്ടില്ല. കരുണ തന്നെയാണ് എല്ലാത്തിൻ്റെയും ടോപ്പ്. അപ്പം മൈത്രി, കരുണ രണ്ടെണ്ണം. ഇതിൻ്റെ മുദിത എന്ന് പറഞ്ഞാൽ സന്തോഷമായിട്ട് ബി ഹാപ്പി. ഈ രണ്ട് സാധ്യം മൈത്രി കരുണ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആക്ച്വലി നമ്മൾ ബി ഹാപ്പി. എൻ്റെ ഒരു ഇത് പറയുന്നു. കാരണം എന്താ അറിയാമോ? അതില്ലാത്തവർക്കാണ് അസൂയ. വേറൊരാൾ നന്നാവണം വേണ്ടിയിട്ടുള്ള ഒരു ഇതൊക്കെ വരുമ്പോഴാണ് സന്തോഷം വരുന്നത്. എനിക്കത് കിട്ടിയില്ല എന്നുള്ള ഇത് വരിക, പലതരം നിരാശകൾ. ഇതൊന്നും കൂടി ഇല്ലാത്ത മൈത്രിയും കരുണയും വരുന്നതോടുകൂടി നാച്ചുറലായിട്ടൊരു നമ്മളൊരു ബ്ലെസ്സഡ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ആവും നമുക്ക്.
ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആനന്ദം ആ മുദിതായിട്ട് വരും. പിന്നെ വേറെ ആൾക്ക് എന്തെങ്കിലും ഒരു നല്ലത് വന്നു എന്ന് കേട്ടാൽ നമ്മളതിൽ സന്തോഷിക്കുള്ളൂ. ഒരു ചെറിയ ഉറുമ്പ് അത് വെള്ളത്തിൽ വീണു, അതിനെ ആരെങ്കിലും ഒന്ന് രക്ഷിച്ചു, അതിനെ രക്ഷിച്ചു കാണുമ്പോൾ നമുക്ക് നന്നായി സന്തോഷം വരും നമുക്കപ്പോൾ. മറ്റു നമ്മൾ ശ്രദ്ധിക്കില്ല അതിനൊന്നും, എവിടെയെങ്കിലും കിടന്നിട്ടുള്ള ഉണ്ടല്ല. വ്യത്യാസം കൊണ്ട് തന്നെ എന്തൊരു ചെറിയ ജീവിക്ക് പോലും സുഖം വരുമ്പോൾ നമ്മൾ സന്തോഷിക്കും ആ മുദിതാവസ്ഥയിൽ. കാരണം അത്രയും ഒരു ബ്ലെസ്സഡ് ആയിട്ടുള്ള മനസ്സാണത്. അതൊരു പരമാനന്ദമാണല്ലോ ഈശ്വരൻ്റെ അവസ്ഥ അല്ലേ, ആനന്ദമുള്ള സ്റ്റേറ്റാണ്. അപ്പോൾ മൈത്രി, കരുണ, മുദിത, ഇത് മൂന്നെണ്ണം പോസിറ്റീവായിട്ടുള്ളതെന്ന് പറഞ്ഞ് നാലാമത്തത് ഒരു നെഗറ്റീവ് പറയുന്നത് ഉപേക്ഷ. ഉപേക്ഷ അതെന്താ? ഉപേക്ഷ ബുദ്ധമതത്തിൽ തന്നെ ഉപേക്ഷ എന്ന് പറയാ. അവരുടെ പ്രാകൃത ഭാഷയല്ലേ, പ്രാകൃത ഭാഷയിൽ ഉപേക്ഷ എന്നുള്ളൊരു ക്ഷ എന്ന് പറയാൻ സാധിക്കാത്ത പ്രാകൃത വർഗക്കാരുടെ ഉച്ചാരണമാണ് ഉപേക്ഷ എന്നവർ പറയുക. ഉപേക്ഷ അല്ലെങ്കിൽ ഉപേക്ഷ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ കഴിയും, ഒരാൾ എന്നെ ദ്രോഹിക്കാനായിട്ട് വരികയാണ്, അല്ലെങ്കിൽ ഒരു ദുർജനം, നമുക്കറിയാം അത് ദുർജനമാണെന്ന്. അങ്ങനെയുള്ള ഒരാളെ നമുക്ക് ദേഷ്യമൊന്നും വേണ്ട, പക്ഷെ അവരുടെ സംസർഗം ഉപേക്ഷിക്കുക. ദുർജന സംസർഗം ഉപേക്ഷിക്കുക, സജ്ജന സംസർഗം സ്വീകരിക്കുക, അതാണ് ഉപേക്ഷ. അതെന്തിനാ? നമ്മളൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ, മുല്ലപ്പൂമ്പൊടി ഏറ്റുവിടക്കും കല്ലിനും ഉണ്ടാകും ഒരു സൗരഭ്യം. ഇത് തിരിച്ചു പോകാലോ അല്ലേ, ഒരു ദുർഗന്ധത്ത് കൊണ്ടിട്ട കല്ലിന് ദുർഗന്ധവും വരാം. അപ്പൊ ചീത്ത മനുഷ്യരുടെ ദുർജനങ്ങളുടെ കൂട്ടുകേട്ട് ഒഴിവാക്കുന്നത് ആ സ്വഭാവം നമുക്ക് പകരാതിരിക്കാനാണ്, നമ്മുടെ മനസ്സിനെ വൃത്തിയാക്കി നീറ്റാക്കി വെച്ചിരിക്കാനാണ്. അതിനാണ് ദുർജന സംസർഗം ഉപേക്ഷിക്കാൻ പറയുന്നത്. ഈ 4 സംഗതി നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പാലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യു ഹാവ് റീച്ച്ഡ് എ സ്റ്റേറ്റ് വെയർ യു കനോട്ട് ബി ടച്ച്ഡ് ബൈ എനിവൺ. ഈശ്വരൻ്റെ സമീപമാണ് നിങ്ങളിരിക്കുന്നത്, ഈശ്വരൻ തന്നെയാണ് നിങ്ങളെ കാക്കുന്നത്. പിന്നെ വേറൊരു കാവൽ നമ്മൾക്ക് ആവശ്യമില്ലാത്ത അവസ്ഥ വരും. അങ്ങനെ വരുന്ന സമയത്ത് സുഖദുഃഖ പുണ്യാപുണ്യ വിഷയാണാം ഭാവന. ഇത് സുഖം, ദുഃഖം, പുണ്യം, അപുണ്യം മുതലായ സാധനങ്ങൾ, ആ വിഷയങ്ങളൊന്നുമില്ലാത്ത പൂർണ്ണമായ അദ്വൈത അവസ്ഥയിലായിരിക്കും നമ്മളറിയിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ചിത്തപ്രസാദം എന്ന് പറയുന്നത്. ചിത്തപ്രസാദം. ഇതിപ്പോൾ ചിത്തപ്രസാദം എന്ന് പറഞ്ഞാൽ ചിത്ത മനസ്സാണല്ലോ, മനസ്സിൻ്റെ ഉള്ളിലാണ് ചിത്തമിരിക്കുന്നത്, ഇൻറ്റേർണലായിട്ടുള്ള പ്രസാദം. ഈ ചിത്തപ്രസാദം നമുക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു യോഗിക്ക് ചിത്തപ്രസാദം വന്നു കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് അവരുടെ മുഖത്തൊരു പ്രസാദം, കാന്തി വരും. ഇതിനെയാണ് ഈ ആയുർവേദത്തിൽ ധാതുപ്രസാദം എന്ന് വിളിക്കുന്നത്. ധാതുക്കളൊക്കെ പ്രസാദമായിട്ട് മുഖത്ത് എപ്പോഴും ഒരു തെളിച്ച, അവരൊരിക്കലും ഒരു ദുഃഖിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല. ഏത് വലിയ ദുഃഖം വരുമ്പോഴും അവൾ പുഞ്ചിരിയോട് കൂടി അങ്ങനെ ആ ഒരു ധാതുപ്രസാദവും ചിത്തപ്രസാദവും ഒരുമിച്ച വരിക ഉള്ളിൽ ചിത്തപ്രസാദം. കാരണം ഹാപ്പിനെസ് ഇസ് ഓൾവേസ് ഇന്റേണൽ, നോട്ട് എക്സ്റ്റേണൽ. നിങ്ങൾക്ക് പുറത്തുള്ള ഒരു സാധനത്തിന് നിങ്ങൾക്ക് ആനന്ദം തരാൻ കഴിയില്ല. നിങ്ങളുടെ ഉള്ളിൽ ആനന്ദം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറമേയുള്ള സകലർക്കും ആനന്ദം അങ്ങോട്ട് കൊടുക്കാൻ കഴിയും. സോ ചിത്തപ്രസാദം ഉണ്ടായാൽ നാച്ചുറലി ധാതുപ്രസാദം വരും. ഈ ധാതുപ്രസാദത്തിനെ സാന്ധ്യത്തിലും യോഗത്തിലും വിളിക്കുന്ന മറ്റൊരു പേര് സത്വപ്രസാദമാണ്. അതായത് സാത്വിക ഗുണത്തിൻ്റെ പൂർണ്ണമായ പ്രസാദം ലഭിക്കുമ്പോഴാണ് ഈ ചിത്തപ്രസാദവും ഇതുണ്ടാവുന്നത്. സോ സത്വരജസ്തമോ ഗുണങ്ങളാണല്ലോ, അതിൽ സാത്വിക ഗുണത്തിൻ്റെ പരമമായ പ്രസാദം കിട്ടുമ്പോഴാണ് നേരത്തെ പറഞ്ഞ മൈത്രി, മുദിത, കരുണോപേക്ഷ എന്ന് പറഞ്ഞ 4 കിട്ടുന്നതും സുഖദുഃഖാദി ദ്വന്ദ്ങ്ങളിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ ആവുന്നതും പൂർണ്ണമായിട്ടുള്ള ചിത്തപ്രസാദം, ധാതുപ്രസാദമൊക്കെ ലഭിക്കുന്നത്. സോ യു ഹാവ് ബിക്കം സത്വപ്രസാദം കിട്ടി, ധാതുപ്രസാദവും ചിത്തപ്രസാദവും ഒക്കെ ഒരുമിച്ച് മൂന്നെണ്ണം അറ്റ് എ ടൈം സൈമിൾട്ടേനിയസ്ലി യു ആർ ഗെറ്റിംഗ് ആക്ച്വലി. അപ്പോൾ ഒന്നിനു വേണ്ടി പ്രയത്നിക്കുക, മറ്റേനും അത് പ്രശ്നം വരുന്നില്ല, ഒരുമിച്ചെല്ലാം വരും. അത് ഞാൻ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ 4 ഗുണങ്ങൾ മറക്കാത്ത കാലത്തോളം ഏത് മനുഷ്യനും സുരക്ഷിതനാണെന്ന് ഞാൻ പറയുന്നത്, ഏത് വ്യക്തിയും. അതുകൊണ്ടാണ് ഞാനിത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്. പരീക്ഷയ്ക്ക് മാത്രമല്ല, മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ, ഈ 4 കയ്യിലുണ്ടോ, യു ഹാവ് വൺ ദ വേൾഡ്. അതാണ് എന്ത് സന്തോഷമായിരിക്കും. ഇത് ചിലപ്പോൾ ചില ആൾക്കാർ നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ ഓരോരുത്തരും മദ്രാസിൽ ഒരാൾ വന്നിട്ടുണ്ട് ചോദിച്ചു, ഞാൻ ഇത്രയും പ്രായമായിട്ട് എപ്പോഴും സന്തോഷമായിട്ട് തിരിച്ച് ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ജീവിതത്തിലത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ ഞങ്ങൾക്കൊക്കെ ആലോചിക്കുമ്പോൾ ഞങ്ങളൊക്കെ ആണെങ്കിൽ ഡൗൺ ആയി പോണ രീതിയിലാണ്. പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിരിച്ചോട്ടെ, ഞാൻ നിങ്ങൾ പുറത്തുള്ള സാധനങ്ങളെയാണ് കാണുന്നത്, ഞാൻ പുറത്തൊന്നും ഇനിയും കാണുന്നില്ല.
ഞാൻ പുറത്തുള്ള എൻ്റെ ജീവിതത്തിനെയോ പുറത്തുള്ള സാധനങ്ങളെയോ ഞാൻ കാണുന്നില്ല. ഞാൻ സദാ ഇൻവോൾവ് വിത്തിൻ മൈസെൽഫ്. ആ യോഗ ചിത്തമുള്ളിൽ ഉദിച്ചിട്ടുള്ളതുകൊണ്ടാണ് എൻ്റെ ഈ സന്തോഷം. അല്ലാതെ ഈ പറയണ പോലെ ഒറ്റയ്ക്കാണോ ഇരട്ടയ്ക്കാണോ, വീടുണ്ടോ വീടില്ലയോ, ഭർത്താവുണ്ടോ ഭർത്താവില്ലയോ, ഇതൊന്നും നത്തിങ് ഓഫ് അങ്ങനെയുള്ള എക്സ്റ്റേണൽ സാധനങ്ങളൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യാതെ വരും. അത് സ്വയം ജീവിച്ചിട്ട് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ട മോഡലാണ്. അല്ലാണ്ട് അത് ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കാൻ കഴിയുന്ന സാധനമില്ല. സ്വയം ആർജിക്കണം. അതിനെപ്പറ്റി പറഞ്ഞ വാക്ക് ആർജിക്കാന്നൊരു വാക്ക് കൂട്ടി പറഞ്ഞു. ആർജിക്കുക, സ്വയം ആർജിക്കുന്ന ഹാപ്പിനെസ്സാണ് ഇൻറ്റേർണൽ ഹാപ്പിനെസ്. അത് വന്നാൽ മതി, ലഭിക്കണം. അത് ലഭിക്കട്ടെ എല്ലാവർക്കും എന്നാണ്. ഇപ്പോൾ ഈ വന്ന കുട്ടികൾക്കും ഇവിടെ വരാത്ത കുട്ടികൾക്കും അത് ലഭിക്കട്ടെ എന്നാണ് ഞാനൊക്കെ സദാ ഞാൻ ശരിക്കും എനിക്ക് ആ ഒരു പ്രാർത്ഥനയല്ലോ ഈശ്വരനോടും എല്ലാവർക്കും ഈ പ്രസാദം ഒന്ന് കൊടുക്കണം. എന്നാൽ ലോകം നന്നാവും. വേറെ ഒന്നും ആവശ്യമില്ല നമുക്ക്. അതുകൊണ്ടല്ലേ ഇപ്പം ഇത് പോരാന്ന് തോന്നണോണ്ടല്ലേ ഈ അട്രോസിറ്റീസ് കമ്മിറ്റ് ചെയ്യണത് അല്ലേ? കള്ളക്കടത്ത് ചെയ്യുന്നു, പിന്നെ എന്തൊക്കെയാ ചെയ്യണത്. പത്രം തുറന്നു കഴിഞ്ഞാൽ ഞാൻ ആ ഹെഡിങ് വായിക്കാറുള്ളൂ. കാരണം അധികം വായിച്ചാൽ വേണ്ടാത്ത സുഖം ഉണ്ടാവില്ല മനസ്സിന്. അതുകൊണ്ട് ജനങ്ങൾ നോക്കി എന്താണ് ഇതല്ലേ ചെയ്യണത്. ഇതിന്റെ റൂട്ട് കോസ് എന്താ? അവർക്ക് സംതൃപ്തി ഇല്ല, അവർക്ക് ഈ പറഞ്ഞ ഒന്നും കിട്ടിയിട്ടില്ല. അതിങ്ങനെ തെളിവാണ്. അപ്പൊ അതിന്ന് രക്ഷ നേടിയാൽ, അതുകൊണ്ടാണ് യോഗം വേണം ശരിക്കും എന്ന് പറയുന്നത്. യോഗം അതിന്റെ യഥാർത്ഥമായ അർത്ഥത്തിൽ നമുക്ക് ലഭിക്കണം. പിന്നെ ഒരു 3 സൂത്രം കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. ഇങ്ങനെ ചിത്തപ്രസാദം കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മനസ്സിന്റെ അവസ്ഥയ്ക്ക് ഒരു പേരുണ്ട്, ടെക്നിക്കൽ പേര് ജ്യോതിഷ്മതി. വിശോക വാ ജ്യോതിഷ്മതി. ഒരു ശോകം ഇല്ലാത്ത അവസ്ഥ, എപ്പോഴും സന്തോഷമുള്ള അവസ്ഥ എന്നുള്ളതിൻ്റെ മറ്റേതാണല്ലോ ശോകം ഇല്ലാത്ത അവസ്ഥ. വിശോക വാ ജ്യോതിഷ്മതി, എൻലൈറ്റൻഡ് മൈൻഡ്. ജ്യോതിഷ്മതി എന്നുള്ളത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എന്താ പറയുക? എൻലൈറ്റൻഡ് മൈൻഡ് അല്ലേ? ജ്യോതിസുള്ളൊരു മനസ്സ്, മതിച്ച മനസ്സല്ലേ ജ്യോതിഷ്മതി, എൻലൈറ്റൻഡ് മൈൻഡ്. വിശോകമായിരിക്കും. അത് ആ യോഗത്തിൻ്റെ ലക്ഷണമാണ്. ഈ ഇപ്പം പറഞ്ഞതിൻ്റെയൊക്കെ ലക്ഷണമാണത്. അങ്ങനത്തെ ഉള്ളൊരു ജ്യോതിഷ്മതി ഒരാൾക്ക് ലഭിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഭാഗ്യമല്ലേ, ഒരാൾക്കത് കിട്ടിയെന്ന് പറഞ്ഞാൽ ആള് ലോകത്ത് വെച്ച് ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. ഭാഗ്യം നമുക്ക് നമ്മളെ തേടി വന്നു കഴിഞ്ഞാൽ നമ്മൾ വി ഹാവ് ടു ബി ഹാപ്പി, വി ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. അതാണ്. പിന്നെ ആ സമയം അങ്ങനെ വരുമ്പോൾ വീതരാഗ വിഷയം വാ ചിത്തം. വിഷയങ്ങളിലോ മറ്റ് രാഗദ്വേഷങ്ങളിലോ ഒന്നിലും താല്പര്യമില്ലാത്ത അങ്ങനെയുള്ള ഒരു ചിത്തം എന്നർത്ഥം കൂടി ചോദിച്ചിട്ടുണ്ട്. ലൈറ്റ് മൈൻഡ് വെച്ചാൽ അത് തന്നെയാണല്ലോ. പിന്നെ റിപ്പീറ്റേഷനാണ് നേരത്തെ പറഞ്ഞതിൻ്റെ പരമാർത്ഥം അന്താസ്യം. അങ്ങനെയുള്ള ചിത്തം ആ ജ്യോതിഷ്മതി കിട്ടി, ആ ടോപ്പിലെത്തി സകലം കൺട്രോൾഡായ ചിത്തം വശീകാര ചിത്തമാണ് സകല. അപ്പോൾ അവിടെ ഭൗതികമായ യൂണിവേഴ്സ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഐൻസ്റ്റൈനൊക്കെ ആ ഭൗതികമായ യൂണിവേഴ്സിനെ പറ്റി പഠിച്ചു അല്ലേ? പരമാണുവിനെ പറ്റി, സബാറ്റമിക് പാർട്ടിക്കിളിനെ പറ്റി അതിന് ശേഷം വന്ന സയൻറ്റിസ്റ്റ് പഠിച്ചു. ഈ രണ്ടിനെയും വശീകരിച്ച ഹൃദയമാണ് ഈ യോഗിക ഹൃദയം എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ കണാദൻ്റെയും അതുപോലെ പഴയ ജ്യോതിശാസ്ത്രത്തിൻ്റെയും എല്ലാം സാധനങ്ങൾ അറിഞ്ഞവനായിരുന്നിരിക്കണം ഈ വ്യാസമഹർഷി എന്നുള്ള അർത്ഥം നമുക്ക് അവിടെ എടുക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, ചില കാര്യങ്ങളിൽ നമുക്ക് അവരുടെ അർത്ഥം ഭാവന ചെയ്യുമ്പോൾ ബിസി 3500 ഇതുണ്ടായിരുന്നു എന്നുള്ളൊരിത് നമുക്ക് വരുന്ന സമയത്ത് നമ്മളുടെ പൂർവികർ മണ്ടന്മാരായിരുന്നു വെച്ചാൽ നമ്മളും മണ്ടന്മാരായിരിക്കും. കണ്ടേ, ഇവിടെ ഉള്ളവർ ഇന്ത്യക്കാർക്കൊന്നും അറിഞ്ഞിരുന്നില്ല മണ്ടന്മാരെ. അപ്പം ഞാൻ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ നിങ്ങളും മണ്ടനാണല്ലോ. ജീനല്ലേ ട്രാൻസ്ഫർ ചെയ്യണേ. 3500 കൊല്ലം മുമ്പൊക്കെ ആണെങ്കിലും ആ ജീനാണല്ലോ ഇപ്പോഴത്തെ മനുഷ്യനും കിടക്കണത് അല്ലേ? ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിക്കാർ ഒരു എന്താണ് പേര്, ഒരു പെരുമാൾ കള്ളർ വിഭാഗത്തിൽപ്പെട്ട ഒരു വിരുമാണ്ടി എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യൻ്റെ ആദിവാസിയാണ്. അയാളുടെ ജീൻ എടുത്തിട്ട് മധുരയത്ത് നോക്കിയപ്പോൾ 35,000-40,000 കൊല്ലം പഴക്കണ്ട അയാളുടെ ജീനിന്. ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി ഇപ്പം ജീവിച്ചിരിക്കുന്ന ആളായാൾ, ഒരു ചെറുപ്പക്കാരൻ, ഒരു 30 വയസ്സായ. നമ്മുടെയൊക്കെ ജീനിനും ആ വഴക്കമുണ്ട്. ജീന് സോൾ. അതിനെവിടെ ജാതി മതം? അതിനകത്ത് പറഞ്ഞ കാലത്തിനും ദേശത്തിനും ഒന്നും യാതൊരു ബന്ധമില്ലാത്ത, ഈ പറയണ യാതൊരു ഭേദഭാവന ഇല്ലാത്തൊരു സാധനമാണ് ഈ ജനറ്റിക്കായിട്ട്. അതിലിരിക്കുന്ന ബുദ്ധി, ആ ജീനിനുള്ള ബുദ്ധി ഈ ജീനിനുണ്ടാവണല്ലോ. സോ നിങ്ങൾക്ക് ഇന്ത്യക്കാർക്ക് ഒരു ചുക്കും അറിയണ്ടായിരുന്നില്ല. അവർ വന്നിട്ടാണ് പറഞ്ഞു തന്നത്, ഗ്രീക്കുകാർ വന്നിട്ടേ പറഞ്ഞു തന്നത്, മറ്റേ എന്താണ് യൂറോപ്യൻസ് വന്നിട്ടേ നിങ്ങൾ ശാസ്ത്രം പഠിച്ചതെന്നൊക്കെ പറയുമ്പോൾ അത്തരത്തിൻ്റെ മണ്ടത്തരം. എന്നാൽ പിന്നെ നിങ്ങൾക്കൊന്നും പഠിക്കാൻ പറ്റില്ല, നിങ്ങളൊക്കെ മൂഢന്മാരായിരിക്കണം അല്ലേ? നമ്മുടെ ജീന് മറ്റതാണ്. നമ്മളുടെ ആരും ജീൻ ഗ്രീക്ക് ജീനൊന്നും അല്ല, ഇംഗ്ലീഷുകാരുടെ ജീനും അല്ല, ജർമ്മൻകാരുടെ ജീനും അല്ല. നമ്മുടെ ജീൻ ഇന്ത്യക്കാരുടെ ജീൻ തന്നെയാണ്. ഇവിടെ ഉള്ളവരെ മതം മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ ഉള്ളൊരു മതം മാറിയാലും ജീൻ മാറുന്നില്ലല്ലോ.
സോ വി ആർ ഓൾ ഇന്ത്യൻസ്, വി ആർ എത്തിക്കലി ഇത്രയും വലിയൊരു ജോഗ്രാഫിക് ഏരിയയിൽ ഇത്രയും എത്നിക്കായിട്ടുള്ള ഒരു പീപ്പിളാണ് നമ്മൾ ഒന്നാണ്. നമ്മൾ ഈ ഒന്നായിട്ടുള്ള മനുഷ്യൻ്റെ ഒന്നായിട്ടുള്ള ബുദ്ധി, ഒന്നായിട്ടുള്ള സംസ്കാരം നിലനിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ബുദ്ധിയും വെച്ച് ഇന്നും ജീവിച്ചിരിക്കുന്ന ഇത്രയും വലിയൊരു രാഷ്ട്രമായിട്ട്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പരസ്പരം തല്ലുകൂടാനുമില്ല, വഴക്ക് കൂടാനുമില്ല, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയാനില്ല. ഇതൊക്കെ തന്നെ യോഗത്തിൻ്റെ ഏറ്റവും പരമമായ ഉദ്ദേശം. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും യോജിപ്പിക്കുക, സകലത്തിന് യോജിപ്പിച്ച് എല്ലാവരും സൗഖ്യമായിട്ട് സമൃദ്ധിയായിട്ട് പീസ്ഫുള്ളായിട്ട് നല്ലൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതാണ് യോഗത്തിൻ്റെ ഉദ്ദേശം. അതന്നെ സമാധി. ആ മൗനത്തിൽ, ആ പ്രാർത്ഥനയുടെ മൗനത്തിലുള്ള സമാധിയുടെ സുഖം, അതാണ് ഏറ്റവും പരമലക്ഷ്യം. നമ്മൾ സമാധിപാദത്തിലെ കുറച്ച് സൂത്രങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഈ കടലാസ് വേണം നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ ഞാനിങ്ങനെ എഴുതി വെച്ചതിന് അവസാനം വേണമെങ്കിൽ നമുക്ക് തരാതില്ല. ഇത്രയും കാര്യങ്ങൾ തൃപ്തിയല്ലേ? ഇനി ഞാൻ നിങ്ങളെ എല്ലാവരും പരിചയമാവട്ടെ. കാരണം ആരുടെയും പേര് ചോദിച്ചില്ല. ഇവിടുന്ന് അങ്ങ് തുടങ്ങാം. ജെർമീന, ഇയാളെ പറഞ്ഞു. മോഹനൻ നേരത്തെ വന്നിട്ട് എപ്പോഴത് ആദ്യക്ക് വന്നിട്ടല്ലേ? അമൃത, രമ്യ, ഒരു സ്ഥലം കൂടി പറഞ്ഞു. ഞാനൊരു ഡിഫറൻറ്റ് ആയത് കാണിച്ചു. 12 കുട്ടികൾ അല്ലേ വന്നത്? ഒരു കുട്ടി പോയല്ലോ, അത് ചേർക്കും. അത് പാവം, അതിന് പോരടിച്ചിട്ടുണ്ടാവും.